അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയിൽ പൊടിയും അഴുക്കും മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ വാഷ് ചെയ്യുക. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഈർപ്പം മാറ്റി എടുക്കുകയോ ചെയ്യുക. ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ട് വെയിലത്ത് വെച്ചൊന്നും ഉണക്കി അതിന് ഡ്രൈ ആക്കി എടുക്കരുത്. ഇപ്പം ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെറുതെ ഒരു കോട്ടൺ ടവലിൽ വിരിച്ച് വെച്ചപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി ഉണങ്ങി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എന്താ ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന സമയത്ത് പഴയ ഏതെങ്കിലും ഒരു പാനോ ഒരു തവയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടായോ, ഇരുമ്പിൻ്റെ ഒക്കെ കടായ ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി. ഏതെങ്കിലും ഒരു പഴയത് എടുത്താൽ മതി. എന്നിട്ട് ഉപ്പ് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 3 മിനിറ്റ് എങ്കിലും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപ്പ് നല്ലോണം ഒന്ന് ചൂടായി വരണം. ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രമേ നല്ല ചൂടാവുള്ളൂ. ഇരുമ്പിൻ്റെ കടായൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് ചൂടാവും. ഉപ്പൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതാ ഉപ്പ് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് എങ്കിലും വറുത്തെടുക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഉപ്പ് നല്ലോണം ഒന്ന് ചൂടായി. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വലിയ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഉപ്പ് നല്ല ചൂടല്ലേ. പണ്ട് കാലത്തൊക്കെ ഇഞ്ചി ഇങ്ങനെയാണ് ഉപ്പിലിട്ടിട്ട് വറുത്തെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചി പെട്ടെന്ന് ദഹിക്കാൻ എളുപ്പത്തിലാക്കുകയും അതുപോലെ തന്നെ കൂടുതൽ കാലം ഇത് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ഉപ്പിലിട്ട് വറുത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിയിൽ ഒരു എരിവുണ്ടല്ലോ, ഇഞ്ചിയുടെ ആ ഒരു എരിവ് ഒരു പരിധി വരെ നമുക്ക് കുറഞ്ഞു കിട്ടാനൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വറുത്തെടുക്കുമ്പോൾ എരിവ് കുറഞ്ഞു കിട്ടും. മൊത്തത്തിൽ നമുക്ക് ഇതിന് നല്ലൊരു ടേസ്റ്റും കിട്ടും ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ. പിന്നെ ഒരുപാട് കാലം ഇത് കേടുകൂടാതെ ഇരിക്കാനൊക്കെ സഹായിക്കും ഇങ്ങനെ ഉപ്പിലിട്ട് ഇഞ്ചി വറുത്തെടുക്കുമ്പോൾ. പണ്ട് കാലത്തൊക്കെ ആയുർവേദത്തിലൊക്കെ ഇങ്ങനെയാണ് ഉപ്പിലിട്ട് വറുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ കാലം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇഞ്ചിയെല്ലാം ഒരു 5-6 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 6 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറണം. പിന്നെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കത് ഇഞ്ചി പുറത്തെടുക്കാം. ഉപ്പിന്റെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ഉപ്പ് മാറാൻ നിൽക്കണ്ട. ഇനി നമുക്ക് ഈ ഉപ്പിൽ നിന്നും ഇഞ്ചി എടുത്ത് മാറ്റാം. ഇഞ്ചിയെല്ലാം ഉപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി ഇരിക്കുന്ന ഉപ്പ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് മീനൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇഞ്ചിയുടെ തൊലിയെല്ലാം ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെ തൊലി മാറ്റിയതിന് ശേഷം കഴുകുകയൊന്നും ചെയ്യരുത്. കഴുകാതെ തൊലി മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. രീതിക്ക് അരച്ചിട്ടെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവണം. അപ്പോൾ അത് നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് ആക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ മുഴുവൻ നമ്മൾ അരച്ച ഇഞ്ചിയും എടുക്കാൻ പറ്റും. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച ഇഞ്ചിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറേ നാൾ, 1 വർഷത്തോളം കേടുകൂടാതെ ഇരിക്കും. ഇതാ ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ശർക്കരയാണ്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയ മധുരമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു മധുരമേ ഉണ്ടാവുള്ളൂ. കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് ശർക്കര എടുക്കാം. 1.25 മുതൽ 1.5 കപ്പ് ശർക്കര വരെ എടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കരയിൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര മാത്രം വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ശർക്കര കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് നമുക്ക് ഉരുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ശർക്കര പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച് നമ്മൾ ഇട്ടത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ശർക്കര ഉരുക്കി കിട്ടും. ചെറുതായിട്ടൊന്ന് ലൂസാവും. ശർക്കര എല്ലാം ഉരുകി ഇതാകണ്ടല്ലേ, കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ശർക്കര കല്ലും മണ്ണും അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കേടുകൂടാതെ 1 വർഷമൊക്കെ വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇതൊന്ന് ലൂസായി, ഇതുപോലെ ശർക്കര മെൽറ്റായി ഒന്ന് ലൂസായി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ശർക്കര അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെയാണ് 1 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് പഞ്ചസാരയും കൂടെ ഒന്ന് അലിഞ്ഞ് വരണം. നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇത് ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. പഞ്ചസാരയിൽ മാത്രം ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കരയും പഞ്ചസാരയും കൂടെയാണ് 1 കപ്പ് വീതം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കര 1.25 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് എടുക്കുക. പഞ്ചസാര അതുപോലെ 1.25 കപ്പോ 1.5 കപ്പോ എടുക്കുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചൊന്ന് ലൂസ് ആയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുക്കി എടുക്കണം നല്ലതുപോലെ. ഇപ്പോൾ ശർക്കര മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പോ അല്ലെങ്കിൽ 2.5 കപ്പോ എടുക്കുക. പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ 2 കപ്പ് അല്ലെങ്കിൽ 2.5 2.25 എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓക്കാനവും ഛർദിയും തലവേദനയൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടുന്നതിന് ഈ ഒരു ഇഞ്ചി മിഠായി മാത്രം കഴിച്ചാൽ മതിയാവും. യാത്ര പോകുന്ന സമയത്ത് നമുക്ക് കൂടെ കൊണ്ടുപോയാണെന്നുണ്ടെങ്കിൽ 1 കഷ്ണം ഇഞ്ചി മിഠായി ഇതുപോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തലവേദനയും ഓക്കാനും ഛർദിയൊക്കെ മാറും. അതുപോലെ തന്നെ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറി കിട്ടുന്നതിന് പറ്റിയ ഒന്നാണിത്. അതുപോലെ ദഹനത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. പേശി വേദന മൂലമുള്ള വേദനകൾ കുറയ്ക്കാനൊക്കെ സഹായിക്കും. തണുപ്പ് സമയത്തുണ്ടാകുന്ന ചുമ, ജലദോഷം, കഫക്കെട്ട് എന്നിവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇഞ്ചി മിഠായി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുപോലെ തന്നെ ഇഞ്ചി മിഠായിക്ക് ധാരാളം ഗുണങ്ങൾ ഇഞ്ചി മിഠായിൽ ഉണ്ടെങ്കിലും പ്രമേഹ രോഗികൾക്ക് പഞ്ചസാര കുറഞ്ഞ അളവിൽ ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറച്ച് ശർക്കരയിൽ ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. പഞ്ചസാര അങ്ങനെ ചേർക്കണ്ട. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ കുറഞ്ഞ അളവിലാണ് മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എണ്ണമൊക്കെ കഴിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഒരു ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏലക്ക മാത്രം, അതിൻ്റെ സീഡ് മാത്രം പൊടിച്ചിട്ടുള്ള ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ, പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒന്നുമില്ല, ശർക്കരയും ഇഞ്ചി അരച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ അതായത് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വിട്ട് വരണം. ഒരുപാടങ്ങ് വറ്റി വിട്ട് വരേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വിട്ട് വരണം. പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് വെക്കുക. ഇത് നമുക്ക് ഒന്ന് ഉരുട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടാൻ പറ്റണം. അതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ കടല് ഇതാ ഉരുട്ടാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പാകം ആയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ആ ചൂടോട് കൂടി തന്നെ ഒരു ട്രെയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു ട്രെയിൽ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് ട്രെയിൽ വെക്കുക. ഏതെങ്കിലും ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുക്കുക. ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്നി ഒരു സ്പാച്ചുല വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് നിരത്തി വെക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറണം. ഇത് പെട്ടെന്ന് തന്നെ ഉറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂട് മാറുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കും. സ്ക്വയർ പീസസ് ആയിട്ട് ഒന്ന് വരഞ്ഞ് വെച്ച് കൊടുക്കുക. അപ്പോൾ ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് മുറിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിൽ നിന്ന് അങ്ങ് ഇളക്കിയെടുക്കാം.
ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ഇതായി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി മിഠായെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 വർഷത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈർപ്പൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പം വിട്ടുമാറാത്ത ചുമയും കഫവും ജലദോഷവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം കഴിച്ചാൽ മതി. അതുപോലെ യാത്രയൊക്കെ പോകുമ്പോൾ ഇത് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കാനവും ഛർദിയൊക്കെ മാറിക്കിട്ടും. ഇഞ്ചി വില കുറവുള്ള സമയത്ത് ഇതുപോലെ ഇഞ്ചി മിഠായി തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഇഞ്ചി മിഠായി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്